ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു മീഡിയം സൈസ് ഒരു പൈനാപ്പിൾ എടുക്കുക. പൈനാപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുറം തോടും ആ മുള്ളു പോലത്തെ സാധനങ്ങളെല്ലാം വെട്ടിക്കളയുക. മുള്ളിരുന്നാൽ നമുക്ക് നാക്കൊക്കെ ചൊറിയുകയൊക്കെ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് പൈനാപ്പിൾ കഴുകി എടുക്കണമെന്ന് പറയണത്. നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നത്. പൈനാപ്പിൾ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം മുളകും ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം വീഴ്ത്തി അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ തിളപ്പിക്കാൻ പോവുകയാണ്. തിളപ്പിച്ച് വരുമ്പം തന്നെ അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഊറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ പൈനാപ്പിളിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നതാണ്. നല്ലതുപോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ നല്ല തിളക്കണം. ആ സമയം കൊണ്ടാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ എങ്ങനെയാണ് അരപ്പ് റെഡിയാക്കുന്നതെന്ന് നോക്കുന്നത്. നമുക്ക് ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് തന്നെ നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല ഒരു ഫ്ലേവർ, നല്ലൊരു മണമാണ്. ഇത് തിളച്ച് വരുമ്പോൾ നല്ല പൈനാപ്പിളിൻ്റെ മണം ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരികയാണ്. ആ സമയം നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നോക്കണം. അരപ്പ് റെഡിയാക്കുന്നതിന് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയാണ്. തേങ്ങ, മഞ്ഞ, ജീരകം എന്നതാണ് ഇതിന് വേണ്ടത്. കണക്കിന് അരച്ചെടുത്തതിന് ശേഷം ഈ പൈനാപ്പിൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ ഈ അരപ്പിനെയും കൂടെ ഇട്ട് നന്നായിട്ട് കിണ്ടി ഇളക്കി മറിച്ച് എടുക്കുക. അത്തിപ്പഴം ആവശ്യത്തിന് ആ സമയം തന്നെ നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം 2 കരിവേപ്പിലയും കൂടെ അതിലിടാൻ മറക്കരുത്. കരിവേപ്പില ഇട്ടിട്ട് അത്തിപ്പഴം ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നല്ല ഇളവി എന്ന് കാണുമ്പോൾ നമ്മൾ ആ അരപ്പും കൂടെ ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ നല്ല ഉടഞ്ഞിട്ടും പരുവമായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ അത്തിപ്പഴം കുറച്ച് തീ അടിക്കുമ്പോൾ തന്നെ വേവും. എന്നാലും നമ്മൾ നല്ല കുറച്ചും കൂടെ ഒന്ന് നല്ല പിതുങ്ങുന്നുണ്ടോ വേവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് അരപ്പിട്ട് കൊടുക്കാനുള്ളത്. അരപ്പിട്ടതിന് ശേഷം നല്ല കിണ്ടി നല്ല മറിച്ചെടുത്തതിന് നോക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ രുചിക്ക് വേണ്ടി തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു വളരെ നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്തിപ്പോലും പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് തിളച്ച് വരുന്നത് കാണുമ്പോൾ നമ്മൾ കടുവറുക്കണ പരിപാടിയാണ്. നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പുളിശ്ശേരി. അപ്പോൾ നമ്മൾ കടുവറുക്കണ പരിപാടിയിലോട്ടാണ് പോണത്. പുളിശ്ശേരി തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. അതിനുശേഷം നമുക്ക് കടുവറുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ വീത്തുക. പിന്നെ കടുക്, അതിൻ്റെ കൂടെ ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ താളിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ താളിച്ചത് നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ട് വീറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല മണവും സ്വാദും എല്ലാം കൂടെ ഇളക്കിയൊക്കെ മറിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.